ഈ കിഴക്കേക്കോട്ടയിൽ എത്തുമ്പോൾ നമ്മൾ രണ്ടുപേര് കാത്തു നിൽക്കുന്നുണ്ട്, കുറച്ച് സ്ഥാനാർത്ഥികളും. അതിലൊന്ന് ഈ കോർപ്പറേഷന്റെ മേയർ MK വർഗീസും പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലനുമാണ്. നമുക്ക് അവരെ ഒന്ന് കാണാം. ബ്രോ, ലെറ്റ്സ് കം. ഓക്കെ, യെസ്, രാജൻ പല്ലൻ, നമസ്കാരം. MK വർഗീസ് നിയുക്ത MLA എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇല്ല, അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒന്നും തീരുമാനമായിട്ടില്ല. വരും, ഒരു വരവും കൂടി ഞാൻ വരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വരവ് കൂടി വരും എന്ന് വർഗീസ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആ വരവ് എപ്പോഴായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് സ്വതവേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് 1 വർഷം ജോലി ചെയ്ത് 1 മാസം ലീവുണ്ട്. അതെ, ഞാൻ 5 വർഷം കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്ത ആളാണ് ഈ നാടിന് വേണ്ടി. അപ്പൊ ഒരു 3 മാസം ഞാൻ ലീവ് ചോദിച്ചിട്ടുണ്ട്. ആ ലീവ് ഈ പണിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നു. ലീവ് ആരോടാ ചോദിച്ചത്? ലീവ് ആരോടാ? ജനങ്ങളോടാണ് ചോദിച്ചിരിക്കുന്നത്. ജനങ്ങളോട് ലീവ് ചോദിച്ചു. 3 മാസം നിങ്ങളെ സേവിച്ചതുകൊണ്ട് എനിക്കൊരു തൽക്കാല ഇടവേള വേണം. ലീവില്ല, പൊതുപ്രവർത്തകർ ലീവില്ല, പൊതുപ്രവർത്തകർക്ക് ലീവില്ല. അങ്ങനെ ഒരു ലീവ് തരില്ല, ജനങ്ങൾ ലീവ് തരില്ല. പക്ഷെ എന്നാലും കഴിഞ്ഞ 5 വർഷമായിട്ട് കോർപ്പറേഷന് വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തിയ മേയർക്ക് ഒരു 3 മാസം റെസ്റ്റ് കൊടുത്തൂടെ? അങ്ങനെ ലീവ് തരുന്ന പ്രവണത ഇല്ല. പൊതുപ്രവർത്തന രംഗത്ത് ലീവില്ല. പൊളിറ്റിക്കൽ ബ്രേക്ക് ആണ് ഉദ്ദേശിച്ചത്, ഒരു പൊളിറ്റിക്കൽ ബ്രേക്ക്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാം. അപ്പം ലീവ് ജനങ്ങളോട് ചോദിച്ചു എന്ന് പറഞ്ഞു. എന്റെ ചോദ്യം ലീവ് ആരോട് ചോദിച്ചു എന്നുള്ളത് പ്രേക്ഷകർക്ക് അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. വർഗീസേട്ടാ, നമുക്ക് ജനങ്ങളോട് തുറന്ന് സത്യം പറഞ്ഞു പോയാൽ 3 വർഷത്തിന് ശേഷം വർഗീസേട്ടൻ എന്തായാലും ഒരു സ്ഥാനാർത്ഥിയാവുന്ന ഏറെക്കുറെ ഉറപ്പാണ്. അത് ആരുടെ സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിനകത്ത് ഇപ്പോൾ ഞാൻ 5 വർഷത്തെ ലീവ് ചോദിച്ചിരിക്കുന്നത് എന്തിനാണ്? 5 വർഷമില്ല, 3 വർഷം. 3 മാസത്തെ ലീവ് ചോദിച്ചിരിക്കുന്നത് 5 വർഷത്തെ ജോലി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ്. ഇത് കഴിഞ്ഞ് ഞാൻ എല്ലാ കാര്യവും എന്റെ ഭാര്യയുമായി ആലോചിച്ച് കാര്യങ്ങൾ നടത്താറുള്ളൂ. എന്ത് വേണം, വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്ന്. അപ്പൊ ഞാൻ 3 മാസം ഞാനും എന്റെ സഹധർമ്മിണിയും കൂടി ഇരിക്കും. എനിക്ക് മക്കളും കുട്ടികളൊന്നും ഇല്ല, ഉള്ളത് മുഴുവൻ ഈ പൊതുജനങ്ങളാണ്. അവരാണ് എന്റെ മക്കള്. അപ്പൊ അവരോട് ഞാൻ ലീവ് ചോദിച്ചിട്ടുണ്ട്. ഇനി വീട്ടിലിരിക്കും. വീട്ടിലിരുന്ന് 3 മാസത്തിനുള്ളിൽ എന്റെ ഭാര്യയുമായി 3 പാർട്ടികളെ നിരീക്ഷിക്കുമോ? അതായത് നിരീക്ഷണ സമയമാണോ ഇത്? അത് LDF-ൽ വേണോ, UDF-ൽ വേണോ, BJP-ൽ വേണോ? അല്ല, ഈ പാർട്ടികളെല്ലാം ഒരു സ്വഭാവക്കാരാണ്. പക്ഷെ അതിനകത്ത് ഉള്ളത് എന്താ? പ്രത്യേക കഴിവുണ്ടാവുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ അവസരം ഏറ്റവും കൂടുതൽ വർഗീസേട്ടനെ തന്നതാരാ? ഞാൻ ഒരു സ്വതന്ത്രനായിട്ടാണല്ലോ ജയിച്ചത്. അപ്പൊ ആദ്യം ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ് എന്നെ തള്ളിയത് കൊണ്ടാണ് ഞാൻ സ്വതന്ത്രനായി നിൽക്കേണ്ടി വന്നത്. ഈ തള്ളിയവരോടുള്ള ഒരു വിഷമം ഇപ്പൊ മനസ്സിൽ പാഞ്ഞോ? അല്ല, എനിക്ക് അങ്ങനെ ഒരു വിഷമമില്ല. കാരണം എന്താണ്? അതുകൊണ്ടാണല്ലോ ഞാൻ ഒരു മേയറായത്. അതെ, അല്ലെങ്കിൽ ഒരു വാർഡ് കൗൺസിലറായി തുടരുമായിരുന്നു. ഒരു കാരണവശാലും എനിക്കൊരു മേയർ ചിന്തിക്കാൻ പോലും സംഭവിക്കില്ല. മേയർ എന്ന സ്ഥാനം നൽകിയത് LDF ആണ്, ഇടതുപക്ഷമാണ്. LDF എന്നല്ല, മേയർ ആയത് LDF-ൽ എന്റെ കൂടെ വന്നതാ. ഞാൻ LDF-ന്റെ കൂടെ വന്നതല്ല. കാരണം അന്നത്തെ സാഹചര്യം മനസ്സിലാക്കാം. ഒന്നത് കോൺഗ്രസ് എന്ന് പറയുന്നതിന് അധികാരമില്ലാതെ നിൽക്കുക. ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മേയറാണ്. തൃശ്ശൂരിൽ എന്തെങ്കിലും ഉണ്ടാക്കണം, ഒരു പുതിയ തൃശ്ശൂരിനെ ശില്പിയായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഏറ്റവും യോജിച്ചത് ഇന്ന് തിരുവനന്തപുരത്ത് ഭരണമുള്ളത് ഇടതുപക്ഷത്തിന്. ആ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നാൽ മാത്രമേ എനിക്കത് പൂർത്തീകരിക്കാൻ സാധിക്കൂ. ആ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നു. ഇടതുപക്ഷത്തിനോടും ചില നിബന്ധനകൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന്, സ്വതന്ത്രമായി ചിന്തിക്കാൻ, സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം തരണം. അതുവരെ എനിക്ക് 5 വർഷം തന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഞാൻ ഇന്ന് ഈ പറയുന്ന പോലെ തന്നെ തൃശ്ശൂരിനെ മാറി. വർഗീസേട്ടന്റെ മനസ്സ് ഇവിടെ ഇടത്താണോ ശരിക്കും വലത്താണോ ഇരിക്കുന്നത്? ഞാനിപ്പോ രാഷ്ട്രീയ മനസ്സ് ഞാൻ നടക്കില്ല നിൽക്കുന്നത്. അല്ല, പക്ഷേ ഈ 5 വർഷം ഇടതുപക്ഷം വർഗീസേട്ടനെ ഒരു മേയർ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ പൂർണ്ണമായും അനുവദിച്ചു എന്നൊരു അഭിപ്രായമുണ്ടോ? 100%. അപ്പൊ ഇടതുപക്ഷത്തോട് അതിന് നന്ദിയുണ്ട്. ആ നന്ദിയാണല്ലോ എന്റെ കടപ്പാടാണ്. ഞാൻ 1500 കോടി രൂപയുടെ വികസനം ഈ കോർപ്പറേഷനിൽ നടത്തി കഴിഞ്ഞു. അപ്പൊ ഈ കടപ്പാട് അടുത്ത 3 മാസത്തെ ഈ ഇടവേളയിൽ മറന്നുപോകാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും മറക്കില്ല. അപ്പൊ ഇടതുപക്ഷത്തു നിന്ന് ഞാൻ മാറില്ല എന്ന് പറയാൻ പറ്റൂ? അതല്ല എന്റെ അർത്ഥം. ഞാൻ പറഞ്ഞില്ല, എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് താല്പര്യം കോൺഗ്രസിനോടാണ്. 40 കൊല്ലമായി കോൺഗ്രസിൽ പ്രവർത്തിച്ചു. അങ്ങനെ നിസ്സാര കോൺഗ്രസ് അല്ല. കരുണാകരൻ തൃശ്ശൂർ വന്നാൽ എന്റെ വീട്ടിൽ വന്ന് പോകുന്നൊരു അത്ര ബന്ധമുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് ചില സാഹചര്യം ഞാൻ കോൺഗ്രസിനെ വേണ്ടെന്ന് വെച്ചതല്ല, കോൺഗ്രസ് എന്നെ വേണ്ടെന്ന് വെച്ചതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ പിന്തുണയോട് കൂടിയാണ് ഞാൻ മത്സരിച്ചത്. ശരി, അപ്പൊ വർഗീസേട്ടൻ, എന്റെ ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചു വരണം കോർപ്പറേഷൻ എന്നാണ് ഇപ്പോഴത്തെ മേയറായ MK വർഗീസ് ആഗ്രഹിക്കുന്നത്? അങ്ങനത്തെ ഒരു ആഗ്രഹമല്ല എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കുന്നത് കേൾക്കും. താങ്കൾ നേതൃത്വം നൽകിയ കോർപ്പറേഷൻ LDF തിരിച്ചു പിടിക്കണമെന്നൊരു ആഗ്രഹം MK വർഗീസിനില്ലേ? LDF-നെ കൂടെ ഞാൻ നിന്നല്ലോ. ഞങ്ങൾ തമ്മിൽ ബോണ്ട് അവസാനിച്ചോ? ഞാൻ ബന്ധം അവസാനിപ്പിച്ചല്ലോ. 5 വർഷത്തെ ബന്ധമാണ് നമ്മൾ തമ്മിലുണ്ടായിരുന്നത്. LDF-ഉമായിട്ടുള്ള ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ വളച്ചൊടിക്കരുത്. ഞാനാണ് സ്ട്രൈറ്റ്, നിങ്ങൾ വളച്ചൊടിക്കുക. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ഇടതുപക്ഷവുമായിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. എന്തോന്നാ, 2 വർഷക്കാലത്തേക്കാ. ആ 2 വർഷക്കാലം പൂർത്തീകരിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു,
എന്താണ് ഈ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് പിന്നെ ഞാൻ തയ്യാറാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അവരുടെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ശ്രീ CN അടക്കം തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തത്? ഇയാൾ കണ്ടിന്യൂ ചെയ്തോട്ടെ, കാരണം അവർക്ക് ബോധ്യപ്പെട്ടു ഒരു കേഡർ പാർട്ടി 2 വർഷം എന്നുള്ളത് 5 വർഷം വരെ ആക്കി തന്നു. അപ്പൊ 5 വർഷം കഴിഞ്ഞു. അപ്പോൾ നന്നായി തൃശ്ശൂർ കോർപ്പറേഷനെ ഭരിച്ചുവെന്ന ആത്മവിശ്വാസം കൊണ്ട് 1500 കോടിയുടെ വികസനം കൊണ്ടുവന്നു. ഇനി ഈ കോർപ്പറേഷൻ ആര് ഭരിക്കണം? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും മനസ്സിലായില്ല. ഇവിടുത്തെ ഭരണം ഇനി കൈയാളണമെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചാൽ ഇടതുപക്ഷം ജയിക്കും. അല്ല, അതാണ്. പക്ഷെ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം. ഞാൻ പറയുന്നത് മനസ്സിലായില്ല. ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഇടതുപക്ഷം ജയിക്കും. അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും ജയിക്കും. അങ്ങനൊരു എന്റെ പൊന്നു വർഗീസേട്ടൻ ഈ ഇന്ത്യയിൽ ഇങ്ങനൊരു മേയർ അങ്ങനെ പറയാൻ പറ്റും? ഞാൻ അങ്ങനെ തന്നെ പറയും. എന്റെ സംശയമല്ല, വർഗീസേട്ടൻ ശരിക്കും ഇടതുപക്ഷത്തിന്റെ മേയറായിരുന്നു. അപ്പൊ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണോ വേണ്ടയോ, അതാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ ചോദിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ല. നമ്മൾ തമ്മിൽ ബോണ്ട് നടത്തിയിട്ടുണ്ട്. എന്റെ ഉത്തരവാദിത്വം ഞാൻ പൂർത്തീകരിച്ചു. ഇടതുപക്ഷത്തിനോടുള്ള പൂർത്തീകരിച്ചു. ഇനി വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിനകത്ത് ഞാൻ ചെയ്ത പ്രവർത്തികൾ, ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന് ഞാൻ ചെയ്ത പ്രവർത്തികൾ, ഒരു മേയർ എന്ന നിലയിൽ അടുത്ത ഇക്കുറി ആര് ഭരിച്ചാലാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഭംഗിയാവും? ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും മനസ്സിലായി. എന്നെ പോലെ ഒരു സ്വതന്ത്രൻ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇടതുപക്ഷം ജയിക്കരുത് അല്ല, എന്നെ പോലെ ഒരു സ്വതന്ത്രനായി വന്ന് ഇന്ന് നിൽക്കുന്ന ബ്രിമ്മിൽ നിൽക്കണം. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എനിക്ക് എല്ലാം ഇടതുപക്ഷവും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ അനുഗ്രഹം മേടിക്കാൻ എന്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇടതുപക്ഷത്തെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇല്ല. ഇക്കുറി ഇടതുപക്ഷത്തെ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ മേയർ പിന്തുണയ്ക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. ഉറപ്പായിട്ടും അല്ലേ? ഇല്ല. ഓപ്പൺ സ്റ്റേറ്റ്മെന്റാ. അതെ. അപ്പൊ അത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ പൊളിറ്റിക്കലി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ്. അതെ, രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ. എന്തോ ഇടതുപക്ഷവുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു എന്നല്ല ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പിന്തുണയ്ക്കാത്തത് എന്തുകൊണ്ട്? ഒറ്റ ചോദ്യമുള്ളൂ അതിനകത്ത്. ഞങ്ങൾ തമ്മിലൊരു ബോണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇടതുപക്ഷക്കാരനല്ല. ഇടതുപക്ഷം എന്റെ കൂടെ നിന്നതാണ്. കാരണം ഞാൻ സ്വതന്ത്രനായപ്പോ എന്റെ കൂടെ നിന്നു. അപ്പൊ കോൺഗ്രസ് ജയിക്കണോ ഈ തെരഞ്ഞെടുപ്പിൽ? ഞാൻ ചോദിച്ച മനസ്സിലായില്ല. ആയിക്കോട്ടെ, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. മനസ്സിലായി. അല്ല, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. കോൺഗ്രസ് ജയിക്കണോ? അല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ 5 വർഷക്കാലം കൊണ്ട് നടത്തിയ പ്രവർത്തനം ജനങ്ങളിലേക്ക് ആരെത്തിക്കണം? ഇടതുപക്ഷം എത്തിച്ചാൽ ഇടതുപക്ഷം ജയിക്കും. അല്ല, മറ്റാരെങ്കിലും ജയിക്കും. അതെനിക്ക് പറയാൻ പറ്റില്ല. മേയർ എന്ന നിലയിൽ താങ്കൾക്ക് ഈ മൂല്യം അറിയാമല്ലോ. അപ്പോൾ ആര് വന്നാലാണ് തൃശ്ശൂർ വോട്ടർമാർ താങ്കളെ നോക്കും? താങ്കൾ അവിടുത്തെ ജനപ്രിയനായ ഒരു മേയറാണ്. ആ മേയറുടെ ഒരു ആഗ്രഹം ഈ റിപ്പോർട്ടർ ടിവിയിലൂടെ MK വർഗീസേട്ടൻ പറയാൻ പോകുന്നു. വർഗീസേട്ടാ, ഈ കോർപ്പറേഷൻ ആര് ഭരിച്ചാലാണ് നന്നാവും? ഞാൻ ചോദിക്കുന്നത് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. അല്ല, ഇവിടെ സ്വതന്ത്രൻ ഭരിക്കണമെന്ന് ഞാൻ പറയാം. സ്വതന്ത്രൻ ഭരിക്കണം. ആ സ്വതന്ത്രൻ ആരുടെ പിന്തുണയോടുകൂടി ഭരിക്കണം? അല്ല, അത് ആരുടെ കൂടെ അദ്ദേഹത്തിന്റെ ഹിതമനുസരിച്ച് ആവണം. അതായത് 3 മുന്നണി. അപ്പൊ ചേട്ടൻ പറയുന്നത് ഇടതുപക്ഷം വന്നിട്ടും കാര്യമില്ല, UDF വന്നിട്ടും കാര്യമില്ല, BJP വന്നിട്ടും കാര്യമില്ല എന്നാണോ? സ്വതന്ത്രൻ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവരുടെ കൂടെ നിൽക്കുമല്ലോ. വിവേകബുദ്ധിയോട് കൂടി അവൻ നിൽക്കും. എന്താ കാരണം? ഇവിടെ രാഷ്ട്രീയ പാർട്ടിയേക്കാൾ വലുത് സ്വതന്ത്രനായി വന്നാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനും അവകാശം ആരാണ് കൊടുക്കുന്നത്? മേയറെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, കോർപ്പറേഷനിൽ പിടിക്കണ്ടേ? പിടിക്കണം. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ തൃശ്ശൂരിന്റെ നഗരസഭ അധ്യക്ഷൻ എന്റെ മറുപടി അടുത്ത 5 വർഷം കോർപ്പറേഷൻ ആരുടെ പിന്തുണയോടുകൂടി? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഒരിക്കൽ കൂടി ലാസ്റ്റ് അവസരം. വർഗീസേട്ടാ, ഈ കോർപ്പറേഷൻ ആര് ഭരിക്കണം? ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കണോ? 2 കാര്യമുള്ളൂ. എന്റെ കാഴ്ചപ്പാട്, ഞാൻ ഇടതുപക്ഷത്തിന്റെ കൂടെ, ഇടതുപക്ഷം എന്റെ ആയിരുന്നു. ഇപ്പോ ഇടതുപക്ഷവുമായിട്ടുള്ള ബോണ്ട് അവസാനിച്ചു. ബന്ധം അവസാനിച്ചോ? ഇനി അവർക്ക് അല്ല, ഞാൻ പറയണേ ബോണ്ട് അവസാനിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ബന്ധോ? അല്ല, ബന്ധത്തിന്റെ അർത്ഥം എന്താ? ഒരു കാരണവശാലും ഞാൻ അവരായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അവർ എന്റെ കൂടെ ആയിരുന്നു. ക്ലിയർ. അപ്പൊ ഇടതുപക്ഷവുമായിട്ടുള്ള ബോണ്ട് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇടതുപക്ഷം ജയിക്കണം എന്നൊരു വാദം ഇപ്പോൾ ഇല്ല. ഒരു സ്വതന്ത്രം വിജയിക്കട്ടെ എന്നുള്ളതാണ് താങ്കളുടെ വാദം. അപ്പൊ ഇടതുപക്ഷം ജയിക്കണം എന്നുള്ളൊരു അഭിപ്രായം താങ്കൾക്കില്ല? അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. അവര് ജയിക്കുന്നല്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്നെ പോലെ ആവണം. 24 വരണം. ഇപ്പൊ എല്ലാവരും സ്വതന്ത്രം. അത് ശ്രദ്ധിച്ച 10-15 പേര് സ്വതന്ത്രം. എന്തുകൊണ്ട്? അവർക്ക് ഉദ്ദേശിക്കുന്ന എന്നെ പോലെ ഒരു അവസരം കിട്ടിയാൽ തൃശ്ശൂരിനെ ഇനിയും നന്നാക്കാം. അപ്പം ചോദ്യങ്ങൾ ഉത്തരം പ്രേക്ഷകർക്ക് മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ വർഗീസേട്ടൻ, ഒരു കാര്യം കൂടി, ഒറ്റ സ്ട്രേറ്റ് ആയിട്ട് ചോദ്യം. വർഗീസേട്ടൻ BJPയുടെ സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് കേൾക്കുന്നു, ശരിയാണോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെ ആവണമെന്നുണ്ടോ? അല്ല, ഉണ്ടോ ഇല്ലയോ? ഞാൻ ഇപ്പൊ 3 മാസം റെസ്റ്റിലാണ്. അതിനുശേഷം ഞാൻ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുകയാണ്,
എന്റെ വീട്ടുകാർക്ക് വേണം, ആ. എന്റെ നാട്ടുകാർക്ക് വേണം, ആ. അയൽക്കാരന് വേണമെന്ന് ഞാൻ അന്ന് ചിന്തിക്കും. അപ്പൊ പാർട്ടിയല്ല ഇപ്പോഴത്തെ പരിഗണന. ഇപ്പൊ മനസ്സിലായില്ലേ? ആ. ഏതാണ് എന്റെ നാട്ടുകാരനാരാ, ആ, അത് എന്റെ ഭാര്യ. വീട്ടുകാരനാരാ, ആ, ഭാര്യ. എന്റെ വീട്ടുകാരനാരാ? ആ. ഞാൻ കോൺഗ്രസ്സുകാരനല്ലേ? അപ്പൊ കോൺഗ്രസിന് വേണ്ടെങ്കിൽ മാത്രമേ, ഞാൻ LDF ന് വേണ്ടെങ്കിൽ പറയുന്നത് മാത്രമേ മൂന്നാമത്തെ അവസരമുള്ളൂ ബി ജെ പിക്ക്. ഞാൻ പറയണത് മനസ്സിലായില്ല. ഇവർ 3 പേരിൽ ആരുടെ കൂടെ വേണം നിൽക്കണമെന്ന് ജനം തീരുമാനിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനി അങ്ങനെ പൊളിറ്റീഷ്യൻ അല്ലേ, ഈ 3 മാസക്കാലം അങ്ങയുടെ രാഷ്ട്രീയം എന്താ? ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ, അതാ എന്താ രാഷ്ട്രീയം? ഞാൻ എല്ലാം ഈ 3 മാസം എല്ലാ